പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം മനസ്സിലെ ദുഃഖങ്ങൾ മാറ്റാനുള്ള ഒരു എളുപ്പ വഴിയെ സംബന്ധിച്ചാണ്. സത്യത്തിൽ അത് തേടിയാണല്ലോ നമ്മളെല്ലാവരും നടക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള ദുഃഖങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാകാം. പക്ഷെ തീക്ഷ്ണമായ ദുഃഖം അത് പലപ്പോഴും കാരണം പോലും ഇല്ലാത്തത് വഹിച്ച് പേറി നടക്കുന്നവരാണ് ഓരോ മനുഷ്യരും. കാരണം നമ്മളെ തേടി നമ്മുടെ സെൻറ്ററിലേക്ക് വരുന്നവരുടെയൊക്കെ പലരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പറഞ്ഞു വരുമ്പം മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കുമ്പം അതത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അവരെ സംബന്ധിച്ച് തീവ്രമായ ദുഃഖമാണ്. ചെറുപ്പകാലങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഇനി അതുമല്ലെങ്കിൽ അബദ്ധങ്ങൾ പറ്റിയതിന്, പിന്നെ നമ്മുടെ തന്നെ കുറവുകളെ സംബന്ധിച്ച്, കഴിവില്ലായ്മയെ സംബന്ധിച്ച്, ഇങ്ങനെ ഓരോരുത്തർക്കും ദുഃഖത്തിന് വ്യത്യസ്തമായ കാരണങ്ങളാണ്. ഏതായാലും ദുഃഖം ഒന്ന് ശമിച്ചിരുന്നെങ്കിൽ എന്ന് ഉണർന്നു കഴിയുമ്പോൾ തൊട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഉറങ്ങുമ്പോൾ ഈ പ്രശ്നം ഒന്നും തന്നെയില്ല. ഇപ്പം ചിന്തകൾ ഡെപ്പോസിറ്റായിട്ട് ഉറഞ്ഞുകൂടി മനസ്സിൽ ഘനീഭവിക്കുന്ന ദുഃഖം ജീവിതത്തെ തന്നെ എടുത്തിട്ട് പന്താടും എന്നുള്ളതാണ്. അത് കുറയ്ക്കാൻ പല മാർഗങ്ങളുണ്ട്. സാധാരണഗതി നമ്മൾ ആ സ്ഥലത്ത് നിന്ന് മാറുന്നു, കുറച്ച് ദിവസത്തേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്ത് മനസ്സിൽ ഡൈല്യൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. അല്ല നല്ല നല്ല ആശയങ്ങൾ കേൾക്കുന്നതിലൂടെ, നല്ല ആൾക്കാരുമായിട്ടൊക്കെ ഇടപെടുന്നതിലൂടെ, അല്ല നമുക്ക് ഇഷ്ടമുള്ള മറ്റുള്ള പ്രവൃത്തി ചെയ്യുന്നതിലൂടെ, ഇതിലൂടെയൊക്കെ മനസ്സിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദുഃഖത്തിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ സാധിക്കും. അതൊക്കെയാണ് പൊതുവെ സാമാന്യേന ചെയ്തു വരുന്നത്. ഇനി ഇത് കൂടാതെ നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ദൈവികമായിട്ടുള്ള സന്നിധിയിലേക്ക് പോവുക, അത്തരത്തിലുള്ള ക്രിയകളിലൂടെയൊക്കെ ദുഃഖത്തിൻ്റെ ആ പ്രയാസത്തിൻ്റെ അളവിനെയൊക്കെ കുറയ്ക്കാറുണ്ട്. ഒരു പരിധിവരെ പരിപൂർണമായിട്ട് മാറ്റാറുണ്ട്. എന്നാൽ ഇന്നിവിടെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് തരുന്നത്. ഇതിനെ സൈക്കോളജിയിൽ NLP ട്രിക്കുകൾ എന്നൊക്കെ പറയും. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നാണ് ആധുനിക സയൻസിൽ പറയുക. അതിൽ സ്പിരിച്വാലിറ്റിയുടെ വെർഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുഃഖങ്ങളെല്ലാം വന്ന് അടിയുന്നത്, ഫീൽ ചെയ്യപ്പെടുന്നത് നമ്മുടെ ഈ ഹൃദയഭാഗത്താണല്ലേ. ചങ്ക് പൊട്ടുന്ന വർത്തമാനമല്ലേ പറയാറുണ്ട്. ഇനിയിപ്പം നമ്മൾ പലരും പാനിക് അറ്റാക്ക്, ദുഃഖങ്ങളൊക്കെ ഇങ്ങോട്ട് കൂടി ഭയങ്കര ടപ്പെന്ന് ഹൃദയം പിടിച്ച് ഇവിടെ കിടന്ന് അടിക്കുന്നതാണ് അല്ലേ. ഇങ്ങനെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. വളരെ ദുസ്സഹമാണ് അങ്ങനെയുള്ള ജീവിതം എന്നൊക്കെ പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ കാലങ്ങളായിട്ട് അടിഞ്ഞുകൂടിയ ഡെപ്പോസിറ്റ് ആയതെല്ലാം പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളിലാണ് സംഭരിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ എനർജി ലോസ് ഉണ്ടാകും. ഈ ലോസ് വന്നു കഴിഞ്ഞാൽ ദുഃഖം എപ്പോഴും അവിടെ നിൽക്കും. അപ്പം അതിനെ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്ന, കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അതിനെ ഒന്ന് ഒഴിവാക്കി കളയുമ്പോഴാണ് ദുഃഖത്തിന് ശാന്തി അല്ലെ ശമനം ഉണ്ടാകുക. അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അതിനൊരു പ്രാക്ടീസാണ്. ഒരു 7 പ്രാവശ്യം ചെയ്യേണ്ട പ്രാക്ടീസാണ്. 7 ടൈംസ്. ഞാൻ ഈ മനോമയ ചിന്തകളിലൂടെ ഒരുപാട് ഹെൽത്ത് ടിപ്പുകളൊക്കെ തരുന്നുണ്ട്. വളരെ ഫ്രീ ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് വാരി ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇതെല്ലാം ലോകത്തിന് വേണം. കാരണം ഇങ്ങനെയുള്ള അറിവുകളൊക്കെ പലപ്പോഴും പ്രപഞ്ചം നമുക്ക് നൽകുമ്പോൾ, അറിവുകൾ നമ്മുടെ സ്പിരിച്വൽ കോഡ് ഓപ്പണാക്കി തരുമ്പോൾ, അത് പലരിലും അപ്ലൈ ചെയ്ത് അവർക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ, അനവധി ട്രെയിനേഴ്സിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും മനസ്സിലാക്കിയതൊക്കെ പലരിലും ഉള്ളത് അവിടെ സംഭരിച്ചു വെക്കാനുള്ളതല്ല, അറിവുകൾ ഷെയർ ചെയ്യാനുള്ളതാണ്. അങ്ങനെ ലഭ്യമാകുന്ന അറിവുകൾ അത് പ്രയോജനം കിട്ടുന്നതാണെങ്കിൽ അത് ഈ ലോകത്ത് നിലനിൽക്കണം. എങ്കിൽ മാത്രമേ ഒരു ശമനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഹെൽത്ത് ടിപ്പുകളൊക്കെ ഞാൻ ഇടയ്ക്ക് തരാറുള്ളൂ. പലപ്പോഴും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഫോളോ ചെയ്യുന്നവർ പലരും അത്തരത്തിലുള്ള പല ടിപ്പുകളും ഓരോരുത്തർക്ക് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് നല്ല പരിവർത്തനത്തിൻ്റെ പാതയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിലുള്ള ചില പ്രധാന വിഷയങ്ങളുടെ പ്രാക്ടിക്കൽ മെത്തേഡുകൾ തരുന്നത്. അപ്പോൾ ദുഃഖത്തെ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യേണ്ട ക്രിയ എന്തൊക്കെയാണ് പ്രാക്ടിക്കലി ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു NLP ആയിട്ട് കണക്റ്റഡ് ആണ്. അത് സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് പറയുമ്പം നമ്മുടെ 7 ആധാര ചക്രകളാണുള്ളത് അല്ലേ. ഏറ്റവും അടിയുള്ള മൂലാധാര ചക്രം എനർജി ഫീൽഡാണ്. മൂലാധാര ചക്രം, അതോടൊപ്പം സ്വാധിഷ്ഠാന ചക്രം, മണിപൂര, അനാഹതം, വിശുദ്ധി, ആജ്ഞ ആൻഡ് സഹസ്രാരം എന്നൊക്കെ പറയുന്ന ഓരോ എനർജി സെൻറ്റേഴ്സാണ്. ഇവിടെയൊക്കെയാണ് ഈ ദുഃഖങ്ങൾ വന്ന് ഘനീഭവിക്കുക. അത് ഏറ്റവും കൂടുതൽ അത് നമുക്ക് ഫീൽ ചെയ്യപ്പെടുന്നത് അനാഹത ചക്രയിലാണ്, എന്ന് പറഞ്ഞാൽ ഹൃദയഭാഗത്ത്. അവിടെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അവിടെ നിന്നും ഇതിനെ ആജ്ഞാചക്രയിലേക്ക് കൊണ്ടുവന്ന് റിലീസ് ചെയ്ത് പുകച്ച് കളയുക എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക്ക്. അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ വിരലുകളിൽ ഈ 2 വിരൽ മാത്രം എടുക്കുക. അപ്പം ബാക്കി 3 വിരലുകൾ ഇങ്ങനെ വേറെ നിൽക്കുക. എന്നിട്ട് ഈ ചൂണ്ട് വിരലും 2ാമത്തെ വിരലും നമ്മുടെ ഹൃദയത്തെ ഭാഗത്ത് നെഞ്ചിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ പിടിക്കുക. കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ. എന്നിട്ട് പരമാവധി നിങ്ങൾ കുനിയുക, മാക്സിമം. അപ്പം തലയുടെ ഭാഗം താന്ന് നിൽക്കണം. അങ്ങനെ നിന്നിട്ട് നല്ലതുപോലെ എന്താണോ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ ഘടകം അതിനെ നല്ലതുപോലെ ഡ്രീം ചെയ്യുക. ദുഃഖം
ആ പ്രയാസം അനുഭവിച്ച ഘട്ടങ്ങൾ, നിമിഷങ്ങൾ ഇതെല്ലാം വരുമ്പം അത് ഘനീഭവിച്ച് കൊടുക്കുന്നത് ഇവിടെ തൊട്ടുകൊണ്ട് അത് അനുഭവിക്കുക, ഫീൽ ചെയ്യുക. എന്നിട്ട് അത് പതുക്കെ മേളോട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക. ഇങ്ങനെ ഉയർന്ന് നിങ്ങളുടെ കൈകൾ ഇങ്ങനെ ഉണ്ടെന്ന് ആജ്ഞാചക്രയിൽ ഇതിങ്ങനെ തൊടുവിക്കുക വിരലുകൊണ്ട്. ഓക്കെ, നടുവിരൽ തൊട്ടിട്ട് എടുത്ത ശ്വാസത്തെ സാവകാശം വിടുക. ഒഴിച്ചു വിടുന്നതോടൊപ്പം ഇവിടെ സങ്കല്പിക്കുക, ആ ദുഃഖങ്ങളെല്ലാം കുറേശ്ശെയായി മഞ്ഞ് ഉരുകി പോകുന്നത് പോലെ, ആവിയായി പോകുന്നത് പോലെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് സങ്കല്പിക്കുക. അപ്പം മുഖം എങ്ങനെ ഇരിക്കണം? നല്ല റിലാക്സ്. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണ്. മനസ്സിലെ ശാന്തി മുഖത്തേക്ക് കൊണ്ടുവരിക. റിലാക്സ്. ഓക്കെ, പരമാവധി തല ഉയർത്തിപ്പിടിക്കുക ബാക്കിലേക്ക്, കോൺഫിഡൻറ്റോടുകൂടി. അവിടെ അങ്ങോട്ട് ഫീൽ ചെയ്യുക, എൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറി. ഇവിടെ വരുമ്പോൾ എന്താ ചിന്തിക്കേണ്ടത്? ഏറ്റവും നല്ല റിലാക്സ്, റിലീഫ്, ടോട്ടൽ ഒരു ആശ്വാസം, ഹാപ്പിനെസ്. യെസ്, വളരെ ശാന്തമായ ലൈറ്റായി മനസ്സ് വന്നിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. അതിനുശേഷം വീണ്ടും താഴേക്ക് ശ്വാസം വിട്ടുകൊണ്ട് കുനിയുക. നെഞ്ചിൽ തൊടുന്നു ആ വിരലുകൊണ്ട്. അവിടെ ഫീൽ ചെയ്യുക, പഴയ ദുഃഖങ്ങളെല്ലാം ഫീൽ ചെയ്യുക, നല്ലതുപോലെ ഫീൽ ചെയ്യുക, നല്ല എൻ്റെ ഈ ഹൈ ഇൻറ്റൻസിൽ തന്നെ ഫീൽ ചെയ്യുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് നിവരുക തല ബാക്കിലോട്ട്. ആജ്ഞാചക്രയിൽ വിരൽ തൊടുക, ശ്വാസം ഇറക്കി വിടുക. നല്ലതുപോലെ ഡ്രീം ചെയ്യുക. എന്നിലുള്ള സർവ്വ പ്രയാസങ്ങളും മാറി. ഇപ്പം മുതൽ നല്ല മനസ്സ് ശാന്തമായും ട്രാൻസ്പറൻ്റ് വരുന്നു, സന്തോഷത്തിൽ വരുന്നു. നല്ല മനഃശക്തിയുള്ള മഞ്ഞ് പോലെ, മൂടൽ മഞ്ഞ് പരക്കുന്നത് പോലെ ചുറ്റുപാടും ആ ശാന്തി പരക്കുന്നതായി നല്ലതുപോലെ ഫീൽ ചെയ്യുക. യെസ്, ഒരു ചന്ദനത്തിരി നമ്മൾ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്നും പുക സ്പ്രെഡ് ചെയ്ത് പോകുന്നത് പോലെ കംപ്ലീറ്റ് ലൈറ്റ് ആകുന്നു നമ്മുടെ മനസ്സ്. അത് ഫീൽ ചെയ്യുന്നു. യെസ്, മുഖം പ്രസാദാത്മകമായിരിക്കുക, നല്ലതുപോലെ അത് ഫീൽ ചെയ്യും. ഓക്കെ, വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് കുനിയുക, ടച്ച് ചെയ്ത് പിടിക്കുക, നല്ലതുപോലെ പഴയ അവസ്ഥ ഫീൽ ചെയ്യുക. മുകളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് അതിനെ റിലീസ് ചെയ്ത് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. ഇങ്ങനെ 7 പ്രാവശ്യങ്ങൾ ചെയ്യാം, 7 times. മറ്റേ കയ്യിൽ എണ്ണാം നമുക്ക്. 7 പ്രാവശ്യം എന്ന് പറയാൻ കാരണം 7 ചക്രകളാണ്, 7 ബാറ്ററികളിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്ന് ദുഃഖങ്ങളെല്ലാം ഘനീഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന ഏരിയ ഹൃദയഭാഗത്തായതുകൊണ്ട്, അനാഹതത്തിലായതുകൊണ്ട് അവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, അവിടെ സങ്കല്പം കൊടുത്തുകൊണ്ടാണ് ഇതിനെ റിലീസ് ചെയ്ത് വാനിഷിയാക്കി കളയുക എന്ന് പറയുന്നത്. ഇത് റെഗുലറായിട്ട് നിങ്ങളും ചെയ്ത് നോക്കി. ഞാനിത് പോസ്റ്റർ പറഞ്ഞെങ്കിലും ഇതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ടോട്ടൽ മെൻ്റൽ റിലീഫ്, നല്ല റിലീഫ് കിട്ടിയെങ്കിൽ മാത്രമേ എല്ലാ അഭിവൃദ്ധി ഉണ്ടാകുകയുള്ളൂ. അത് കഴിവതും പ്രഭാതത്തിൽ ചെയ്യുക, പ്രഭാതത്തിൽ ഉണർന്നാൽ ഉടനെ ചെയ്യുക, ഉറക്കത്തിലേക്ക് വീഴുമ്പോഴും വൈകിട്ടും ചെയ്യുക. ഈ 2 നേരം സ്ഥിരമായിട്ടാണ് നമ്മൾ ചെയ്തു പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നിലവിലുള്ള ദുഃഖങ്ങളുടെ തോത് കുറഞ്ഞ് ടോട്ടലി ഇല്ലാതാവുകയും ചെയ്യും. ഇനി ഇടക്കാലങ്ങളിൽ വരാവുന്ന ദുഃഖങ്ങളൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യുകയില്ല. നമ്മുടെ തലച്ചോറിനൊരു ലാംഗ്വേജ് ഉണ്ട്, ഭാഷയുണ്ട്. അതനുസരിച്ച് നമ്മൾ എങ്ങനെ ട്യൂൺ ചെയ്യുന്നു അതനുസരിച്ച് അത് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് സ്പിരിച്വാലിറ്റിയിൽ എല്ലാ ക്രിയകളിലൂടെയും നമുക്ക് ആശ്വാസം തരുന്ന പ്രാക്ടിക്കലായിട്ട് മാറുന്നു. ഏതായാലും ഈ വീഡിയോ ഇച്ചിരി സ്പീഡിലാണ് ഞാൻ പറഞ്ഞതെങ്കിലും 2-3 പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. കേട്ട ശേഷം പ്രാക്ടീസ് തുടങ്ങാം. ഇന്ന് തന്നെ പല പ്രാവശ്യം എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഒന്ന് വഴക്കിയെടുത്ത് ഫ്ലുവൻ്റ് ആക്കിയ ശേഷം രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുക. ഒരു ദുഃഖത്തിനും പിന്നെ നിങ്ങളുടെ പരിസരത്ത് എടുക്കാൻ സാധ്യതയില്ല. ഏതായാലും ഈ വീഡിയോ, ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ, ഹൃദ്യമായി തോന്നുമെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം. നമ്മുടെ മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം. അങ്ങനെ ദുഃഖങ്ങളെ ശമിപ്പിച്ചുകൊണ്ട് നല്ലൊരു ആരോഗ്യമുള്ള ജനതയിലേക്ക് എത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.